അപ്പോൾ നമ്മൾ റെസനേറ്റിംഗ് എന്താ പറയുക റെസനൻസിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെയുള്ള ചർച്ച എന്ന് പറയേണ്ടത്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സ് കൂടി പറയണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ഫീനോൾ, ഈ സാധനം ഫീനോളാണല്ലോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ പറയുന്ന ഇതിന് എക്സ്ട്രാ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന ബോണ്ട് നേരെ ഇങ്ങോട്ടേക്ക് ചാടും, ഈ ഡബിൾ ബോണ്ട് എന്ന് പറയേണ്ടത്. പിന്നെ ഇവിടെ OH വരും. ഇവിടെ ഈ ബോണ്ട് വരുന്നതുകൊണ്ടല്ല, ഈ ഇലക്ട്രോൺസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്ന് ഇനി എന്താ സംഭവിക്കുക, നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ ഇത് ഇവിടത്തേക്ക് പോകും. അപ്പോൾ എന്താ, ഇവിടെ ഇതായി, ഇവിടെ നെഗറ്റീവ് ചാർജ് ഇതിങ്ങനെ വന്ന് ഇതിങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന് പിന്നെ ഇവിടെ നമ്മളെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കും, ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെയും എന്ത് ചെയ്യും, നമ്മളെ ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. ഇതിവിടേക്ക് വരും. എന്നിട്ട് എന്താവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാണെന്നുള്ളത് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ, ഇങ്ങനെ തിരിഞ്ഞു പോയി. നമ്മളെ ദിസ് സ്ട്രക്ചർ ചേഞ്ച് ടു ദിസ് സ്ട്രക്ചർ. നമ്മൾ പൊതുവെ പറയാം ദിസ് ഹാസ് 5 റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്നാണ് ഇതിനുള്ളത്. ഇനി എന്തുണ്ട്, 1 2 3 4 5. ഇതിൽ 5 എന്നാണ് പറയേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ ദീസ് സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഓൾ കോൺട്രിബ്യൂട്ട്സ് ഇൻ സം അതർ വേ. അതായത് ഇതെല്ലാത്തിനും അതിൻ്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ വരക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരക്കുക, ഇങ്ങനെ. ഇതിൻ്റെ റെസനൻസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് ലൈക്ക് ഇങ്ങനെ ഡോട്ട് കാരണം ഇവിടെ എല്ലാവരും ഉണ്ടാകുന്നുണ്ടല്ലോ. കാരണം ഇവിടെയും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. സോ നമ്മൾ പൊതുവെ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുക, ഇങ്ങനെയാണ് എഴുതുക. ദിസ് ഈസ് റെസനൻസ് ഹൈബ്രിഡ് ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി എന്താ, നമ്മൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഡബിൾ ബോണ്ട് ഓരോ സ്ഥലത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്നത്. ഓൺലി ഫോർ എ ഫ്യൂ മൊമെൻറ്റ്സ് ഇറ്റ് വിൽ ബി ദർ, ദെൻ ഇറ്റ് ഈസ് വാനിഷ്ഡ്. അങ്ങനെ റൗണ്ട് ക്രിയേറ്റ് ആകുമ്പോഴാണ് ഈ സാധനം കിട്ടുന്നത്, റെസനൻസ് ഹൈബ്രിഡ്. ഇതാണ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി ഇതൊരു അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. ഇത് വേണ്ടിക്കൽ നമ്മൾ +1 പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ഇത് കാണണമെന്നില്ല. ഇത് കുറച്ചും കൂടി JEE നീറ്റ് ലെവലിൽ ആവശ്യമില്ല സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് അടിക്കാവുന്നതാണ്. അതേപോലെ മറ്റുള്ള ആൾക്കാർ JEEക്ക് നീറ്റിന് വേണ്ടിയെല്ലാം നോക്കുന്ന ആൾ ഇത് ഏതായാലും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എന്താ, റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഇക്വിവലൻ്റ് റെസനൻസ് എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. ഇതിപ്പോൾ CH3COO-. ഇപ്പോൾ C ഡബിൾ ബോണ്ടോ O-. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇത് ഈ പറയുന്ന നമ്മളെ ഇത് താഴോട്ടേക്ക് വരും. ഇവിടെ 2 ബോണ്ടിൽ ഒരു ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്തായി മാറി, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്ന് ഇവിടെ ഇത് വന്ന്. നിങ്ങൾ കാണുമ്പോൾ ഇത് ഏകദേശം സെയിം ആണ്. ലൈക്ക് ഇതിനോടൊരു സിമെട്രിസിറ്റി ഉണ്ട്. ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് എന്താ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടായി, ഇവിടെയുള്ള നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടായി. അപ്പോൾ എന്താണ് ആ പറയുന്ന ചാർജ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ, ഈവണായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ചാർജ്, വി സേ ഇറ്റ് ഈസ് ഇക്വിവലൻ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനിപ്പോൾ ഇല്ലത്, ഈ കോമ്പൗണ്ടിപ്പോൾ ഇല്ലത് 2 ഇക്വിവലൻ്റ് റെസിസ്റ്റൻസ് ആണ്, 2 ഇക്വിവലൻ്റ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറയുക ഇക്വിവലൻ്റ് റെസനൻസ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ നോർമൽ റെസനൻസ് എന്നാണ്. അതായത് എവിടെയെങ്കിലും ഇക്വിവലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ഇക്വിവലൻ്റ് റെസനൻസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് നമ്മൾ സാധാരണ കാണുന്ന റെസനൻസിനെക്കാട്ടും കൂടുതൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ വെൻ വി ആർ ചൂസ് ടു ആസ്ക് ബിറ്റ്വീൻ ഇത് ഇക്വിവലൻ്റ് റെസനൻസ് ആണ്, ഇത് നോർമൽ റെസനൻസ് ആണ്, ഇതിൽ ഏതാ ഗ്രേറ്റർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ എഫക്റ്റ് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിരിക്കും കൂടുതലുണ്ടാവുക. അത് മാത്രം ഇതിനെപ്പറ്റി മനസ്സിലാക്കി വെക്കുക. ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിലേക്കിനോ അതിനവിടെ ഫിക്സ്ഡ് ആണ്. ഇവിടെ ഒരു ഇലക്ട്രോണുണ്ട്, അതിവിടെ ഫിക്സ്ഡ്, ഇവിടെ ഒരു ഇലക്ട്രോണുണ്ട് ഫിക്സ്ഡ്, ഇവിടെ ഫിക്സ്ഡ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ ഉള്ളോട്ടേക്ക് കയറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കളിക്കാൻ പറ്റില്ല. റെസനൻസ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നതാണല്ലോ. ഇവിടെ ഒന്നും അങ്ങനെ പറ്റില്ല. ഈ പോസിറ്റീവ് ചാർജിന് ഉള്ളോട്ട് കയറിയിട്ടൊന്നും ചെയ്യാനാവില്ല, ഈ ഫ്രീ റാഡിക്കലിന് ഉള്ളിൽ കയറിയിട്ടൊന്നും ചെയ്യാനാവില്ല. അതേപോലെ ഇവിടെ ഇല്ല, നിങ്ങൾ വിചാരിക്കൂ ചാർജ് ഇങ്ങോട്ടേക്ക് വന്നേരം എന്ന് പറയേണ്ടത്, അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. അതേപോലെ ലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ അതിനിവിടെ ഇതിപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എങ്കിൽ ഇത് ഇവിടെ തന്നെ ഫിക്സ്ഡ് ആണ്. ഇലക്ട്രോൺ ആസ് ഫിക്സ്ഡ് പൊസിഷൻ, അതാണെന്ന് പിന്നെ മാറുമെന്നില്ല. ഇവിടെ എല്ലാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കാണ്, ഇവിടെ മൊത്തം ഡൈനാമിക്കാണ്. ലോക്കലൈസ്ഡിൽ എന്താ, ഇവിടെ NH2 നേരെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കളിക്കുന്നത്. CH2 ഇങ്ങോട്ടേക്ക് വന്ന് തിരിഞ്ഞും പറഞ്ഞ് കളിക്കുന്നത്. ഇതെന്താ, ഇത് നമ്മളെ മറ്റേ റെസനൻസിൻ്റെ ഞാനിവിടെ ആയിട്ടൊരു സ്ട്രക്ചർ ഇതേപോലെ വരച്ചിട്ടുണ്ടെന്ന് തോന്നല്ലോ. നമ്മളെന്താ ഇവിടെ എന്താ ചെയ്യുക,
ഇവിടെ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് അല്ല ഈ ബോണ്ട് ഇവിടെ ഫോർമായി ഇതിങ്ങോട്ട് മുകളിൽ വന്ന് അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന് ഇത് പിന്നെയും താഴെ പോയി ഇത് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന് ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി. അപ്പോൾ എന്താണ് ഇവിടെ ബേസിക്കലി ഫിക്സ്ഡ് അല്ല, നോട്ട് ഫിക്സ്ഡ് ആണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇവിടെ ഡൈനാമിക് ആയിട്ട് നീങ്ങുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ പ്ലസ് ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഇയാൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോർം ആവും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും, അതിനെ പോക്കണ്ടിട്ട് ഇവിടുന്ന് പിന്നെയും ബാക്കോട്ടേക്ക് വരും, അപ്പോൾ ഇയാൾ പിന്നെയും പ്ലസ് ആവും, ഇയാളെ പ്ലസ് പോവും, ഇവിടെ പിന്നെയും ഡബിൾ ബോണ്ട് വരും. അതാണ് ബേസിക്കലി ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. പിന്നെ ഇതിൽ ചെറിയൊരു കാര്യമാണ് സ്റ്റെബിലിറ്റി ഓഫ് റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. ഞാൻ കുറച്ച് 4-5 പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റെസനേറ്റിംഗ് സ്ട്രക്ചർ ഹാസ് അറോമാറ്റിക് സ്റ്റെബിലിറ്റി. അറോമാറ്റിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ബെൻസീൻ റിംഗ് ഇസ് എൻ അറോമാറ്റിക് റിംഗ്. കാരണം അത് കുറച്ച് റൂൾസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 4n+2 പൈ ഇലക്ട്രോൺസ്. പിന്നെ എന്ന് പറയേണ്ടത് നമ്മളെ ഇതെന്ന് പറയേണ്ടത് കോൺജുഗേറ്റഡ് സിംഗിൾ ഡബിൾ ബോണ്ട്, ആൾട്ടർനേറ്റ് കോൺജുഗേറ്റഡ് എന്ന് പറയേണ്ടത് സിംഗിൾ ഡബിൾ ബോണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ ഈ പറയുന്ന അതിൻ്റെ പ്ലെയിൻ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് അതിൻ്റെത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യുന്നതാണ് ആരോമാറ്റിക്. 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നതാണ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ബെൻസീനൊക്കെ ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ബെൻസീൻ്റെ മുകളിലാണ് NH2 പോലത്തെ എല്ലാം വരുന്നതെങ്കിൽ ഇതിനുണ്ടാകുന്നൊരു സ്റ്റെബിലിറ്റി എന്തിനെക്കാട്ടും കൂടുതലായിരിക്കും. ഇതിപ്പോൾ നോർമലായിട്ട് ഒരു സൈക്ലോ എക്സിനെ വരച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനെക്കാട്ടും സ്റ്റെബിലിറ്റി എന്തിന് കൂടുതലായിരിക്കും, ഇതിന് കൂടുതലായിരിക്കും. കാരണം ദിസ് ഹാസ് അറോമാറ്റിക് സ്റ്റെബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതി. സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൈ ബോൺസ്. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടോ ആരോമാറ്റിക് സ്റ്റെബിലിറ്റി ആകുമ്പോൾ ഇത് 3 പൈ ബോൺസ് ആണ്. അപ്പോൾ പൈ ബോൺസിൻ്റെ എണ്ണം, അതായത് ഇങ്ങനത്തെ ഒരു വര, ഡബിൾ ബോണ്ടിൻ്റെയാണ് പൈ ബോണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടെല്ലാം കൂടുന്ന സമയത്ത് നമ്മളെ കോമ്പൗണ്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അതേപോലെ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കംപ്ലീറ്റഡ് ഒക്ടക്റ്റ് ഫോർ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഏത് കോമ്പൗണ്ടിലാണോ നമ്മൾ റെസനൻസ് വഴി ഒക്ടക്റ്റ് കംപ്ലീറ്റ് ആവുന്നത് അതിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കാരണം ഏതൊരു ആറ്റമിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ മോളിക്യൂലിൻ്റെ ലക്ഷ്യം ടു അറ്റെയിൻ സ്റ്റെബിലിറ്റിയാണ്. ടു അറ്റെയിൻ ദറ്റ് ഒക്ടക്റ്റ് ആൻഡ് ബിക്കം സ്റ്റേബിൾ. ടു അറ്റെയിൻ ഒക്ടക്റ്റ് ആൻഡ് ബിക്കം സ്റ്റേബിൾ. ഇതാണല്ലോ ഏതൊരാൾ എന്ന് പറയേണ്ടത് സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ആറ്റത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കേസ് വരുന്നുണ്ടെങ്കിൽ ഇതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ചാർജ് സെപ്പറേഷൻ Na+Cl-. ഇതിപ്പോൾ നല്ല ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇതിനെ പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ എനർജി ആൻഡ് സ്റ്റെബിലിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എവിടെ എനർജി കൂടുന്നോ അവിടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു, അവിടെ സ്റ്റെബിലിറ്റി കൂടുന്നോ അവിടെ എനർജി കുറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചാർജ്, അതായത് 2 ഡിഫറെൻറ്റ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, ഇങ്ങനെ വലിയ ചാർജ് സെപ്പറേഷൻ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ പൊട്ടിക്കാൻ ആവശ്യമായില്ല എനർജി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മോളിക്യൂലിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ചാർജ് സെപ്പറേഷൻ. എവിടെയാണ് ചാർജ് സെപ്പറേഷൻ കുറവില്ലത് അവിടെ അതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. ലാസ്റ്റ് പോയിന്റ്, നെഗറ്റീവ് ചാർജസ് മോർ സ്റ്റേബിൾ ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അതായത് ഫ്ലൂറിൻ പോലത്തെ ഇലക്ട്രോനെഗറ്റീവ് ഇതിൽ പ്ലസ് വരുന്ന ഇയാൾക്ക് ഇഷ്ടമല്ലല്ലോ, ഇയാൾക്ക് എപ്പോഴും മൈനസ് വരും. നമ്മളെപ്പോഴും ഫ്ലൂറിൻ മൈനസ് എന്നല്ല എഴുതുക. കാരണം ഫ്ലൂറിൻ ഇസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ഇൻ ദിസ്. അതേപോലെ നമ്മൾ CH3 എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. കാരണം നമ്മൾ കാർബൺ എപ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിങ്ങനെ CH3 മൈനസ് ആണെങ്കിൽ ഇയാൾക്ക് അത് ഇഷ്ടമല്ല. സോ വി സേ പോസിറ്റീവ് ചാർജ് ഓൺ ഇസ് മോർ സ്റ്റേബിൾ ഓൺ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. നമ്മളൊരിക്കലും Na- എന്ന് എഴുതില്ലല്ലോ. കാരണം ഇങ്ങനെ നിൽക്കാൻ പറ്റും, പക്ഷേങ്കിൽ Na+ ആണ് മോർ സ്റ്റേബിൾ, Na- ആണ്. കാരണം Na+ ആണ്. ദിസ് ഇസ് എൻ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. ഇത് ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ഇയാൾക്ക് ചേർച്ചയില്ല. ദിസ് വിൽ നോട്ട് സ്യൂട്ട് ഹിം. ഈ പ്ലസ് ചാർജ് ഇയാൾക്ക് കൂടുതൽ സ്യൂട്ട് ആവുക. കാരണം ഇയാൾ ഇലക്ട്രോ പോസിറ്റീവ്, ഇയാൾക്ക് ഇലക്ട്രോണെ കൊടുക്കാൻ ഇഷ്ടം, ഇയാൾ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വാങ്ങാൻ ഇഷ്ടമല്ല. പക്ഷേ ഫ്ലൂറിന് പ്ലസ് ഇഷ്ടമാണ്, ഇയാൾക്ക് ഫ്ലൂറിന് പ്ലസ് ഒരു ചേർച്ചില്ല, ഒരു രസമില്ല കാണാൻ. ഫ്ലൂറിൻ മൈനസ് ചാർജാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. അത് തമ്മിലൊരു അട്രാക്ഷൻ പോലെയാണ്. ഫ്ലൂറിൻ ലൈക്സ് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം മോർ സ്റ്റേബിൾ ഓൺ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം മോർ സ്റ്റേബിൾ ഓൺ പോസിറ്റീവ് ചാർജ്. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. അതിൻ്റെ കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇനിയുള്ളത് റെസനൻസ് എഫക്റ്റും മീസോമറിക് എഫക്റ്റിൻ്റെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഇനി വരുന്നത്. ഓക്കെ, നമ്മളെ കലാപരിപാടികൾ വീണ്ടും തുടരുന്നു. അതിൻ്റെ പേരാണ് അടുത്ത ഐറ്റം, റെസനൻസ് അല്ലെങ്കിൽ മീസോമറിക് എഫക്റ്റ്. ഈ മീസോമറിക് എഫക്റ്റ് എന്ന് പറയുന്നത് റെസനൻസ് എഫക്റ്റിൻ്റെ വേറൊരു ഓമന പേരാണ്.
ലൈക്കിന് നമ്മൾ ഇതുവരെ പഠിച്ചത് റെസനൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി റെസനൻസ് എഫക്റ്റ്. ലൈക്കിന് റെസനൻസ് നമ്മൾ തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്ന എഫക്റ്റാണ് പഠിച്ച്, അല്ല തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്ന ഫെനോമെനാണ് പഠിച്ചത്. ഇനി റെസനൻസ് എഫക്റ്റ് എന്താ, അതിൻ്റെ വിവിധ തരം ടൈപ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പ്ലസ് ഐ മൈനസ് ഐ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതിനുണ്ടാവേണ്ടതാണല്ലോ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ അതിലെ ഫസ്റ്റ് കാറ്റഗറിയാണ് എന്താണ്, പ്ലസ് എം ഓർ പ്ലസ് ആർ ഗ്രൂപ്പ്, പ്ലസ് മീസോമറിക് എഫക്റ്റ് ഓർ പ്ലസ് റെസനൻസ് എഫക്റ്റ്. അതായത് നമ്മൾ ഇതുപോലെ തന്നെ എന്താണ് ഇതെന്താ, നമ്മളിപ്പോൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് നല്ലോണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് കുറച്ചും കൂടി എളുപ്പവും, കാരണം ഇതിൻ്റെ ഡെഫിനേഷൻ എല്ലാം സെയിമാണ്. ഗ്രൂപ്പ്സ് വിച്ച് ഡൊണേറ്റ് ഇലക്ട്രോൺസ് ടു ദ ഡബിൾ ബോണ്ട് ഓർ എ കോൺജുഗേറ്റഡ് സിസ്റ്റം. ഇവിടെ നമ്മൾ എന്താണ് ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലെ ഡബിൾ ബോണ്ടിലേക്കാണ് നമ്മളെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് റെസനൻസ് വഴി. അപ്പോൾ അതാണ് ഡൊണേഷനാണ് ഇവിടെ ബേസിക്കലി നടക്കുന്നത്. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുക. ഞാനിത് കഴിഞ്ഞ എന്താണ് മറ്റേ കുറച്ച് മുമ്പേ ആയതിൽ എടുത്തത് ഇതിവിടെയായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതേ OH തന്നെയാണ് ഇവിടെ ഈ എക്സാമ്പിൾ വന്നിട്ടുള്ളത്. അതായത് ഈ OHൻ്റെ ഈ എക്സ്ട്രാ ഇലക്ട്രോൺസ് എന്താണ് ഇവിടത്തേക്ക് അല്ല ഇങ്ങോട്ടേക്ക് പോയി, എന്നാൽ ഇവിടെ നിന്നിട്ടൊരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കി, എന്നിട്ട് ഇവിടുത്തെ എന്താണ് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജായി, ഇതിങ്ങോട്ടേക്ക് പോയി, ഇതിങ്ങോട്ട് വന്ന് ഇവിടെ നെഗറ്റീവ് ചാർജ് വന്ന് ഇതിങ്ങോട്ടേക്ക് വന്ന്, എന്നിട്ട് എന്താണ് അപ്പോഴത്തേക്ക് ഈ പറയുന്ന ബോണ്ട് അല്ല ഈ പറയുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഇതായി, പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇതിങ്ങോട്ടേക്ക് വന്ന്, എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങനെ എന്താണ് നടക്കുന്ന റെസനൻസ് എഫക്റ്റാണ്. ഇങ്ങനെ എന്താണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് നടക്കുന്ന റെസനൻസിനെയാണ് നമ്മൾ പ്ലസ് ആർ പോസിറ്റീവ് റെസനൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. വേർ ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് എന്താണ് ടു ദ എറോമാറ്റിക് റിംഗ് ഫോർ എന്താണ് റെസനൻസ് എഫക്റ്റ് അല്ല റെസനൻസ്. അതേസമയം ഇതിൻ്റെ കുറച്ച് ഇനി ഡീറ്റെയിൽസ് പറയാം. എന്താണ് നമ്മളിത് ഇൻഡക്റ്റീവ് എഫക്റ്റ് പോലെ തന്നെ അത് കൂട്ടി വയ്ക്കുക. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. പ്ലസ് എന്ന് കേൾക്കുമ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും മൈനസ് എന്ന് കേൾക്കുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും. EDGയും EWGയും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം സംഭവം എന്താണെന്നുള്ളത് വശത്തായിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഇത് EDG ആണ്. ഇനിയുള്ളത് രണ്ടാമത്തെ പോയിന്റ്, ആക്ടിവേറ്റ് ദ ബെൻസീൻ റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താണ് നമ്മളെ ബെൻസീൻ റിങ്ങിനെ കൂടുതൽ എന്താക്കും ആക്ടിവേറ്റ് ചെയ്യുക ഇയാൾ എന്തിലേക്ക്, നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക്. അതായത് ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ എന്താ E+. അതായത് ഒരു പോസിറ്റീവ് സാധനം നമ്മൾ ബെൻസീൻ റിങ്ങിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മളിപ്പോൾ നോർമൽ ബെൻസീനെ പകരം ഇപ്പോൾ ഒരു NH2 പോലത്തെ ഗ്രൂപ്പിലാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതിനെ നേരെ ഇത് ഒന്നിക്കൽ ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ, അത് അടുത്ത പോയിന്റ് ഞാൻ പറയുന്നുണ്ട്, ഒന്നിക്കൽ ഓർത്തോ പൊസിഷന് അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി സുഖത്തിൽ. ലൈക്ക് ഇപ്പോൾ നോർമൽ ഒരു ബെൻസീനിൽ എന്താണ് ഇപ്പോൾ ഒരു E+, ഒരു പോസിറ്റീവ് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എന്താണ് ലൈക്ക് മോർ പ്രോബബിലിറ്റി എന്തിലായിരിക്കും വരിക, ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, അതായത് ഇങ്ങനെ ഒരു +R ഗ്രൂപ്പ് നമ്മളെ ബെൻസീൻ റിങ് പോലത്തെ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ മുകളിലുണ്ടെങ്കിൽ അവിടെയായിരിക്കും ഇത് വരാൻ പ്രോബബിലിറ്റി കൂടുതൽ. സോ ദിസ് ഇൻക്രീസസ് ദ എന്താണ് എബിലിറ്റി ഓഫ് ദ എന്താണ് സിസ്റ്റം എന്താണ് ടു അക്സെപ്റ്റ് ദ ഇൻകമിങ് ഇലക്ട്രോഫൈൽ. അപ്പോൾ അതതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ടിവേറ്റ്സ് ബെൻസീൻ റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഈ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്നാ, നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ പാരാ പൊസിഷനിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ വരക്കുവാണ്. ഇതിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഇരിക്കട്ടെ തൽക്കാലത്തേക്ക്. ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് പൊസിഷൻ. അതായത് ഈ സെക്കൻഡും സിക്സ്ത് പൊസിഷൻ 2,6 പൊസിഷൻസ് ആർ കോൾഡ് ഓർത്തോ പൊസിഷൻസ്. ഈ പറയുന്ന ഫോർത്ത് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ, ഇതിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പില്ലതെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഫോർത്ത് പൊസിഷനെ നമ്മൾ പാരാ പൊസിഷൻ എന്ന് പറയാം. പാരാ പൊസിഷൻ ആകെ ഒറ്റയൊന്നേ ഉള്ളൂ. അതേപോലെ 3 and 5, 3,5 എന്ന് പറയുന്നത് എന്താ മെറ്റാ പൊസിഷൻ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ ഗ്രൂപ്പ് നമ്മളിപ്പോൾ NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഞാൻ ഇവിടെ എടുത്ത്, ഇതിപ്പോൾ ഒരു +R ഗ്രൂപ്പാണ്, +R ഗ്രൂപ്പ്. അപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ വരുന്ന റിയേജൻറ്റ് E+. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ ആരോമാറ്റിക് റിങ്ങിൽ കൂടുതൽ നടക്കുക. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് നമ്മളെ ബെൻസീൻ റിങ്ങിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല, അതിൻ്റെ കുറച്ച് റീസൺസ് എനിക്കൊന്ന് ഹാലോ എൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ ചാപ്റ്റർ റിവിഷൻ എടുക്കുന്ന സമയത്ത് ദ റീസൺസ് വൈ അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു.
അതെല്ലാം പോട്ടെ എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു റിയേജൻറ്റ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് നോക്കുവാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി. അപ്പോൾ ഓർത്തോ പാര ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇയാൾ രാജാവാ, ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഗ്രൂപ്പ് ഇവിടുത്തെ കിങ്ങാണ്. കിങ്ങും അറിയൂ എടാ എന്ന് പറയേണ്ടത്, ഇനി ഇവിടെ നമ്മളെ രാജ്യത്തേക്ക് വരുന്നതൊക്കെ കൊള്ളാം, ഇതാണ് ഇയാളെ കൊട്ടാരം എന്ന് പറയുന്നത്, ഇയാളെ വലിയ സാമ്രാജ്യമാണ്. അപ്പോൾ ഈ രാജാവ് പറയൂ എന്ന് പറയുന്നത് ഇനി വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ പറയുന്ന സ്ഥലത്ത് അല്ലെ ഞാൻ പറയുന്ന ഒരു കസേരയിൽ മാത്രം ഇനി ഇരുന്ന് പോകണം, അല്ലാണ്ട് എനിക്ക് തോന്നിയ പോലെ ആ 3 കയറിയിരിക്കുക 6 കയറിയിരിക്കുക അങ്ങനെ ഒന്നുമല്ല, ഞാൻ ഇവിടെ പറയുന്ന അവിടെ മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റൂ. അപ്പോൾ രാജാവ് പറയാണ് ഒന്നിക്കൽ എനിക്ക് സെക്കൻഡ് പൊസിഷനിലിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് 4th പൊസിഷനിലിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് 6th പൊസിഷനിലിരിക്കുക, ഐദർ 6 or 2 or 4. അല്ലാണ്ട് എനിക്ക് ഇവിടെയോ എൻ്റെ അടുത്ത് കയറിയിരിക്കാനോ അല്ല, രാജാവിൻ്റെ കസേരയിൽ രാജാവ് മാത്രമേ ഇരിക്കും, വേറെ ആരും വരാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. എന്ന് പറയേണ്ടത് 5th പൊസിഷനിലോ 3rd പൊസിഷനിലോ ഒന്നും പോകരുത്, ഒന്നിക്കൽ ഇനി ഇവിടെ വന്നോളുക, അല്ലെങ്കിൽ ഇവിടെ വന്നോളുക, അല്ലെങ്കിൽ ഇവിടെ വന്നോളുക. ദാറ്റ് എക്സ്പ്ലെയിൻസ് ലൈക്ക് നമ്മളിപ്പോൾ ഞാനൊരു ചെറിയ റിയാക്ഷൻ കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതിപ്പോൾ NH2 നേരെ എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ഞാൻ നൈട്രേറ്റിംഗ് മിക്സ്ചർ എടുക്കാൻ പോകും, HNO3 കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2+ എന്ന് പറയുന്ന ഗ്രൂപ്പായിരിക്കും ഇലക്ട്രോഫൈലായിട്ട് ഇവിടെ ജനറേറ്റ് ആവുക. അപ്പോൾ എന്താ നമ്മൾ ഈ പറയുന്ന NO2 ആകെ പോകാൻ പറ്റുന്ന പൊസിഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഈ പൊസിഷനിൽ പോവുക, കാരണം രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ NO2 ഞാൻ പറഞ്ഞാൽ എത്ര വലിയ കൊമ്പത്തിൽ ആളെല്ലെങ്കിലും മൈക്കില്ല, എൻ്റെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിയമങ്ങളാണ്, എൻ്റെ നിയമപ്രകാരം ഒന്നിക്കലും എനിക്ക് ഇവിടെ ഇരിക്കുക, അല്ലെ ഇവിടെ ഇരിക്കുക, അല്ലെ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയോ എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാരേൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു NO2 കയറി വന്ന്, കാരണം ഇവിടുത്തെ ഗ്രൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ വിചാരിക്കും തോന്നിയ പോലെ എന്നൊരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇയാൾ ഇവിടെ അങ്ങ് കയറി വരുന്നത്, അങ്ങനെയല്ല. ഇവിടെ ഇരിക്കുന്ന ഗ്രൂപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇയാൾ എവിടെ ഇരിക്കണം. അപ്പോൾ ഇയാൾ എന്താണ് അണ്ടറിലാണ് സംഭവം തീരുമാനിക്കപ്പെടും, ഇയാൾ എവിടെ ഇരിക്കുന്നില്ല അത് ഇയാൾ തീരുമാനിക്കും. ദിസ് പേഴ്സൺ വേർ ഹി വിൽ സിറ്റ് ഓൺ ദിസ് ബെൻസിൻ റിംഗ് ദാറ്റ് ദിസ് കിങ് വിൽ ഡിസൈഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് പ്ലസ് എന്തുണ്ടോ, ഇതൊരു ഓർത്തോ പ്രൊഡക്റ്റാണ്, ലൈക്കിനോ ഓർത്തോ നൈട്രോ അനിലിൻ. അപ്പോൾ ഓർത്തോ പൊസിഷനിലാണ്. അതേപോലെ നമ്മളെ ഈ പൊസിഷനിലും ഇതാ NO2 NH2, ഇത് പാരാ പ്രൊഡക്റ്റും ഇത് ഓർത്തോ പ്രൊഡക്റ്റും. അപ്പോൾ ഇത് രണ്ടിൻ്റെ മിക്സ്ചർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, നമ്മളെ +R ഒരു ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് +R എന്താ ഞാൻ പറഞ്ഞത്, ഒന്നിക്കൽ ഓർത്തോ പൊസിഷനിലേക്ക് എന്ന് പറയേണ്ടത് അയാളുടെ അടുത്ത് പോയി ഇരിക്കാൻ പറയൂ, അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് പോയി ഇരിക്കാൻ പറയൂ. സോ ദാറ്റ് ഫോർ ദാറ്റ് റീസൺ വി സേ എന്താണ് +R ഗ്രൂപ്പ്സ് ആർ എന്താണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. നമ്മളെ ബെൻസീൻ എന്ന് പറയുന്ന ഒരു കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഓർത്തോ പാരാ ഇതൊക്കെ മെറ്റാ പൊസിഷൻസാണ്. ഇവിടെയൊന്നും കയറിയിട്ട് ഇയാൾക്ക് നേരെ അങ്ങ് തോന്നിയ പോലെ വന്നിരിക്കാൻ പറ്റില്ല, ഒന്നിക്കൽ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് ചെയ്തത്, അതൊക്കെ ബേസിക്കലി സെയിം ആണ്. ലൈക്ക് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് എഴുതിയാലും ഇങ്ങോട്ടിൽ ഓർത്ത് എഴുതിയാലും രണ്ടും കണക്കാം. അതുകൊണ്ട് എന്ന് പറയേണ്ടത് സെയിം സാധനം ഒരു 2 പ്രാവശ്യം എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യാത്തത്, അത് ഒരു പ്രാവശ്യം എഴുതാത്തത്. ഒന്ന് ഓർത്തോ പൊസിഷൻ, യുണീക്ക് ഓർത്തോ പൊസിഷൻ, പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള പാരാ പൊസിഷനും. ഇതാണ് ഇതിനെ ആകെ ഇയാൾക്ക് വരെ കയറിയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഏത് എന്ന് പറയുന്നത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. +R എന്ന് പറയേണ്ടത് അതിലേക്ക് വരുന്ന എന്താണ് നമ്മളെ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒന്ന് ആനിയോൺസ് ആയിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ എനിലിൻ്റെത് അല്ലേ പോട്ടെ, ഞാൻ വേറെ ഏതൊരു എക്സാമ്പിൾ എടുക്കും. ഇപ്പോൾ ഇതെടുക്കാം, -ചാർജ് അല്ലേ, ഓക്കെ. CH2 ഇപ്പോൾ CH2 ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഇയാൾക്ക് -ചാർജ്, ഇയാൾ ആനിയോൺ ആണല്ലോ, ഇയാൾ ഇങ്ങോട്ടേക്ക് പോയി ഇയാൾ ഇങ്ങ് വന്ന് പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ അത് സാധനം ഇങ്ങനെ തിരിച്ചും പറഞ്ഞ് കളിക്കും, ആനിയോൺസിന് വരും. അതേപോലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, നമ്മൾ ഈ OH ഫീനോളെല്ലാം എന്താ സ്ഥിതി, ഇവിടെ ഒരു എന്താണ് ലോൺ പെയർ ആണ്, ഇയാൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയ നെഗറ്റീവ് ചാർജ് ഇല്ല, ഇയാളെ മുകളിൽ എക്സ്ട്രാ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അതേപോലെ നമ്മളെ എടുപ്പ് നമ്മൾ NH2 NH2 മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്, ആ ലോൺ പെയർ മതി, ധാരാളം 2 എണ്ണം വേണം നിർബന്ധമില്ല, ഒന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും ഇയാൾക്ക് ഇങ്ങനെ പോയി ഇതിങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ ഇങ്ങനെ എന്നാലും തിരിച്ചും പറഞ്ഞ് കളിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫിഗർ ഇത് ഇങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ ഇവിടെ NH2, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്നല്ലേ, ഓക്കെ, നെഗറ്റീവ് ചാർജ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇപ്പോൾ NO2+, ഇതല്ല ഇതിൻ്റെ പെർഫെക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ +R കുറച്ചും കൂടി കൂടുതൽ എന്തുകൊണ്ട് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് മനസ്സിലാക്കാൻ നല്ലൊരു ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്ട്രക്ചർ ഞാൻ എന്താ പറയുക റെസനൻസിൽ വരച്ചുകൊണ്ട് റെസനേറ്റിംഗ് സ്ട്രക്ചർ വരച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്,
ഇത് എങ്ങനെ പോയാലും ഈ നെഗറ്റീവ് ചാർജ് ഈ പൊസിഷനിൽ വരാൻ പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ പ്ലസ്സും മൈനസ് തമ്മിലല്ല അട്രാക്റ്റീവ്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇയാൾ, ഞാൻ അടുത്ത ഇത് ഫിഗറും കൂടി വരും എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇയാൾ എന്ത് ചെയ്തു, ഇത് ഇങ്ങോട്ടേക്ക് വന്ന് ഇത് ഓക്കെ. അപ്പോൾ എന്താ നമ്മൾ ഈ പൊസിഷനിൽ നിങ്ങൾ നോക്കി നോക്ക്. ഇവിടെ ഇതിപ്പോൾ ഞാൻ വരക്കുവാണ്. ഇതിപ്പോൾ എന്താണ്, ഞാൻ ഈ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരച്ച് കാണിക്കുന്നില്ല. ഇയാൾ ഇങ്ങോട്ടേക്കായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങോട്ടേക്ക് വന്ന് ഇതിങ്ങോട്ടേക്ക്, ഇവിടെ NH2 അല്ല ഉണ്ട്, ഞാൻ NH2 വരക്കായിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെ ചത്താലും എന്ന് പറയേണ്ടത്, ഈ നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ മുകളിൽ ഒരിക്കലും ഈ പൊസിഷനിൽ വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒന്നിക്കൽ ഈ പൊസിഷനിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പൊസിഷനിൽ വരുന്നുണ്ട്, അതായത് ഈ പൊസിഷനിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇയാൾ ഇങ്ങോട്ടേക്ക് പോയി ഇതിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ആവും. ഇതൊക്കെ എന്താ ഓർത്തോ പൊസിഷൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. നമ്മളിപ്പോൾ മെറ്റയിൽ ഇയാൾക്ക് പോകണമെന്ന് വിചാരിച്ചാലും പോകാൻ പറ്റില്ല. കാരണം പോസിറ്റീവിന് എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ചാർജ് കണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? അയാൾക്ക് ഒന്നിക്കൽ ഇങ്ങോട്ടേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇയാൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ചാർജിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും ഇവിടെ എങ്ങനെ പോയാലും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് നമ്മളെ എന്തിൻ്റെ പ്രത്യേകത, മെറ്റാ പൊസിഷൻ്റെ പ്രത്യേകത. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങൾ റെസനൻസ് നിങ്ങൾ സ്ട്രക്ചർ വരക്കുമ്പോൾ, റെസനേറ്റിംഗ് സ്ട്രക്ചർ വരക്കുമ്പോൾ മനസ്സിലായി ഒരിക്കലും ഈ നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഒന്നും ഈ പൊസിഷനിൽ വരുന്നില്ല. ഏതെങ്കിലും ഒരു ചാർജ് എന്ന് പറയേണ്ടത് സെപ്പറേഷൻ വരുമ്പോഴാണല്ലോ നമ്മളെ ഇത് അട്രാക്ഷൻ വരുന്നത്. അത് ഡിഫറെൻറ്റ് ചാർജസ് അട്രാക്ട് ഓപ്പോസിറ്റ്, അതന്നെ മറ്റേ സെയിം ചാർജസ് റിപ്പൽ എന്നാണല്ലോ പറയുക. അപ്പോൾ ഇവിടെ റിപ്പൽഷനും ഇല്ല അട്രാക്ഷനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ എന്താ പറയുക, ബ്ലാങ്ക് ആയില്ല, നോ ഫീലിങ്സ് സോണായത്. അവിടെ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലസ് ആർ ഗ്രൂപ്പ് ഇസ് എൻ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, അതിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡർ നോക്കുവാണെങ്കിൽ CH2-നായിരിക്കും ഏറ്റവും കൂടുതൽ പ്ലസ് ആർ എഫക്റ്റ്, പിന്നെ NH, പിന്നെ O, പിന്നെ NH2, പിന്നെ NHR, NR2, പിന്നെ OH. അതേ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഓർഡർ അപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 4 ഓപ്ഷന് ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതിനായിരിക്കും ഫസ്റ്റ്, പിന്നെ ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, പ്ലസ് ആറിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ. അടുത്ത എഫക്റ്റ് ഞാൻ പറയാം, എന്താണ്, -R -M. റെസൊണൻസ് എഫക്റ്റ് തന്നെ, പക്ഷേ നെഗറ്റീവ് എഫക്റ്റ്. നമ്മൾ ഇത് ഇൻഡക്റ്റീവ് എഫക്റ്റ് പോലെ തന്നെ കൂട്ടി വയ്ക്കുക. ഗ്രൂപ്പ് സ്വിച്ച് വിഡ്രോ ഇലക്ട്രോൺ, നമ്മളെ പിഷ്കൻ സ്വഭാവം തന്നെ, ഇവനെന്ന് പറയാം പിഷ്കലല്ല, നമ്മളെ ആർത്തി സ്വഭാവം. ഫ്ലൂറിൻ എന്താ, ഇല്ല ഇലക്ട്രോണും പോരായിട്ട് ഇയാൾ മറ്റേ ആൾക്കാരിന്ന് ഒരു ഇലക്ട്രോൺ കിട്ടുവാണെങ്കിൽ അതും കൂടി വാങ്ങും. ലൈക്ക് ഗ്രീഡ് എന്ന് പറയുന്നത്, അത്യാർത്ഥി എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെയാണല്ലോ. ടു എന്താ പറയുക, ഡബിൾ ബോണ്ട് ഫ്രം കോൺജുഗേറ്റഡ് സിസ്റ്റം ടുവേർഡ്സ് ദംസെൽസ്. അതായത് ഇവർ സെൽഫിഷാണ്, സംഭവം സെൽഫിഷുമാണ്, ഫുൾ എന്ന ഗ്രീഡിയുമാണ് എന്ന് പറയേണ്ടത്. സ്വാർത്ഥതയുണ്ട്, ആർത്തിയുണ്ട്, രണ്ടും കൊണ്ടെന്ന് പറയേണ്ടത് അമ്മാനമാടുക ഇവിടുത്തെ ടീംസ് എന്ന് പറയുന്നത്. മൈനസ് ഈ ഫ്ലൂറിൻ്റെ ആലോചിച്ചാൽ മതി, ഇയാൾ എപ്പോഴും എന്താ പറയുക, മറ്റേയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇലക്ട്രോണെ മോഷ്ടിക്കാൻ ശ്രമിക്കും. കാരണം എന്താ, ഇയാൾക്ക് കിട്ടിയ ഇലക്ട്രോണും പോരായിട്ട് എങ്ങനെയെങ്കിലും ആർത്തി തീരുന്ന ഇയാൾക്ക് ഇലക്ട്രോൺ കിട്ടിയിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഓക്സിജൻ അങ്ങനത്തെ ഒരാളാണ്. ഓക്സിജന് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇയാൾ ഈ തേർഡ് പൊസിഷനിൽ വന്നത്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇയാൾ ഫസ്റ്റ് പൊസിഷനിൽ കയറേണ്ടിയല്ല. പക്ഷേ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമില്ലത് നമ്മളെ കാർബൺ ആയതുകൊണ്ട് കാർബണാണ് ഫസ്റ്റ് പൊസിഷനിൽ. ഇയാൾക്ക് എന്ന് പറയുക കുറച്ച് ടെൻഡൻസി കുറവാണ്. ഇയാൾ കുറച്ചും കൂടി നല്ലോണം എന്തില്ല പങ്കെടുക്കുക, ഈ പറയുന്ന ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന കാര്യത്തില്ല. കാരണം ഇയാൾക്ക് കുറച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. 16th ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിന് കുറച്ചധികം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. കാർബൺ 14, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഫ്ലൂറിൻ. ഇയാൾ സെക്കൻഡ് മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ടേബിളിലാണ്, ആ ഒരു കോളത്തിലെ ഇയാൾ വരുന്നത്. അപ്പോൾ ഇയാൾ എങ്ങനെയെങ്കിലും എന്ന് പറയേണ്ടത്, ഇയാൾക്കിപ്പോൾ ഇല്ല ഇലക്ട്രോൺസ് പോരാ, ഇവിടെ 2 എണ്ണം ഉണ്ട് എന്ന് പറയേണ്ടത്, 2 ലോൺ പെയർ ഉണ്ട്, എന്നിട്ടും പോരെ, എനിക്ക് ഇനിയും ഇലക്ട്രോൺസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും, നേരെ ഇവിടുത്തെ പൈബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് തൻ്റെ അടുത്തേക്ക് വലിക്കും. അതാ പറഞ്ഞത്, ടുവേർഡ്സ് ദംസെൽസ്, അവരുടെ അടുത്തേക്ക് വലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടുന്ന് ബോണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. കാരണം 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്ലസ് ചാർജ് ഡെവലപ്പ് ആവും. ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ആയി. ഇനി ഈ പ്ലസ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ, അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇവിടുത്തെ ബോണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്ന്, ഇനി ഇവിടെ 2 ബോണ്ടായി. എന്നിട്ട് ഇവിടെ നേരം പ്ലസ് വന്ന് ഇതിങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ എന്താ, ഇവിടെ ഇത് വന്ന് പിന്നെന്താ പറയേണ്ടത്, ഇനി ഈ പറയുന്ന ഇതിനെ പ്ലസ്സിനെ പോക്കണ്ടിയിട്ട് ഇതിങ്ങോട്ടേക്ക് വന്ന്, അപ്പോൾ ഇയാൾ എന്തായി മാറി, നമ്മളെ നോർമലായിട്ട്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ ആണല്ലോ വന്നത്, അപ്പോൾ ഇങ്ങനെ ആണെന്നില്ല, ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇങ്ങനെയായിട്ട് മാറി.
അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് നടക്കുന്നത്, -R എഫക്റ്റ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പറയുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇറ്റ് ഡീആക്ടിവേറ്റ്സ് ദ ബെൻസീൻ റിംഗ് എന്താണ് ടുവേർഡ്സ്, ഞാൻ എഴുതിയിട്ടില്ല അല്ലേ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മളെ മറ്റേൻ്റെ എന്നാൽ നേരെ ഓപ്പോസിറ്റായി മറ്റേ +R എന്താ കാണിക്കുക, അതിൻ്റെ നേരെ തലതിരിഞ്ഞ പ്രവർത്തനം ഇയാൾ കാണിക്കുക. മറ്റേയാൾ ആക്ടിവേറ്റ് ചെയ്യുമെങ്കിൽ ഇയാൾ ഡീആക്ടിവേറ്റ് ആയി കളിയോ. നിങ്ങളിപ്പം കാണുന്നുണ്ടാവില്ല, ഇയാൾ എന്നാ പറയേണ്ടത് ഈ പ്ലസ് ചാർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇയാൾ ഇവിടെ ഡീആക്ടിവേഷൻ തൻ്റെ താല്പര്യങ്ങൾക്ക് തൻ്റെ എന്ന് പറയേണ്ടത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ ഇവിടുത്തെ ഇലക്ട്രോൺസിനെ വലിച്ചുകൊണ്ട് നമ്മൾ ബെൻസീൻ റിങ്ങിനെ കൂടുതൽ അൺസ്റ്റേബിളാണ്. കാരണം ബെൻസീൻ റിങ്ങിന് നമ്മൾ പ്ലസ് ചാർജ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് മോർ അൺസ്റ്റേബിൾ. അപ്പോൾ ഇയാൾ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ബെൻസീനിന് എന്താ പ്രശ്നം പറ്റിക്കൊണ്ടിരിക്കുക ഈ പ്ലസ് ചാർജ് കാരണം. അതുകൊണ്ടാണ് വി സേ ഇറ്റ് ഡീആക്ടിവേറ്റ്സ് ബെൻസീൻ ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായത്. അതേപോലെ മെറ്റാ ഡയറക്റ്റിംഗാണ്. ഞാൻ മറ്റേ കഴിഞ്ഞ എക്സാമ്പിളിൽ മറ്റേ നമ്മളെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇത് ഓർത്തോ പൊസിഷൻ, മെറ്റാ അല്ല നമ്മളെ ഈ പറയുന്ന പാരാ പൊസിഷൻ, ഇത് പാരാ പൊസിഷൻ, പിന്നെ ഇതാ പിന്നെയും ഓർത്തോ പൊസിഷൻ. മെറ്റാ പൊസിഷൻ എന്ന് പറയുന്ന സാധനം ഈ 5th 3rd മെറ്റാ പൊസിഷൻ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളെ -R ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാമല്ലോ, മെറ്റാ ഡയറക്റ്റിംഗ് ആണോ മെറ്റാ പൊസിഷനിലാണോ നമ്മളെ സാധനം വരുന്നത് നോക്കാമല്ലോ. ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ഓർത്തോ പാരാ ഓർത്തോ, അപ്പോൾ അത് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഇതാ നോക്ക് നിങ്ങൾ എന്താ പറയേണ്ടത്, ഈ പറഞ്ഞ ഇവിടെ ഇപ്പോൾ ഓക്കെ ഇതിൻ്റെ എക്സാമ്പിൾ എനിക്കിവിടെ കാണുന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് എടുക്കേണ്ടി വരും തോന്നുന്നു. ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ പറയുന്ന നമ്മളെ ഇലക്ട്രോൺസ് തൻ്റെ അടുത്തേക്ക് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ഈ ഒരു മെറ്റാ പൊസിഷൻ ഇതും ഫ്രീ ആയി. അപ്പോൾ ഈ പറയുന്ന നമ്മളെ എന്താണ് ഇലക്ട്രോഫൈൽ അല്ലെ ന്യൂക്ലിയോഫൈൽ ഏത് അറ്റാക്കിംഗ് റിയേജൻ ആണെങ്കിലും ഈ പൊസിഷൻസിൽ വരാനായിരിക്കും അതിന് കൂടുതൽ താല്പര്യം, മെറ്റാ പൊസിഷൻ. ഇയാൾ എന്ത് പറയും, ഇയാൾ രാജാവാണ്, കിങ്ങാണ്, ഇയാൾ പറയും ഇനി ഒന്നിക്കൽ ഈ പൊസിഷനിൽ ഇരുന്നോളോ, 5ാമത്തെ പൊസിഷനിൽ ഇരുന്നോളോ, സീറ്റിലിരുന്നോളോ, അല്ലെങ്കിൽ 3ാമത്തെ സീറ്റിലിരുന്നോളോ, വേറെ എനിക്ക് സീറ്റൊന്നുമില്ല. മറ്റേ നമ്മളെ ഓർത്തോയിൽ 1, 2, 3 സീറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ മെറ്റയിലേക്ക് വരുമ്പോൾ ഇയാൾ പിന്നെയും പിശുക്കല, ആകെ 2 സീറ്റ് മാത്രമേ ഇയാൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാളെ ചോയ്സസ് പിന്നെയും കുറഞ്ഞ്. ദിസ് ഈസ് ദ കിങ് ആൻഡ് ഹീ ഡയറക്ട്സ് ദ ഇൻകമിങ് ഗ്രൂപ്പ് അല്ല അറ്റാക്കിംഗ് റിയേജൻ ടു ഐദർ കം ടു ദ എന്താണ് ഈ മെറ്റാ പൊസിഷൻ ഓർ ദിസ് മെറ്റാ പൊസിഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. മെറ്റാ പൊസിഷനിലായിരിക്കും വരിക. ഈ CH എന്താണ് ബെൻസിൻ റിങ്ങിൻ്റെ മുകളിൽ എന്താ ഈ CH2 എന്ന് പറയുന്നത്, ഇത് ബെൻസാൾഡിഹൈഡാണ്. അപ്പോൾ ബെൻസാൾഡിഹൈഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ബെൻസാൾഡിഹൈഡ് നമ്മളിതിലേക്ക് എന്താ ആഡ് ചെയ്ത് നൈട്രേറ്റിംഗ് മിക്സർ ആഡ് ചെയ്ത് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പം ജനറേറ്റ് ആവുന്ന ഇലക്ട്രോഫൈൽ NO2+ ആണ്. അയാൾക്ക് ഒന്നിക്കൽ ഇവിടെ കയറി വരാം അല്ലെങ്കിൽ ഇവിടെ കയറി വരും. ഇത് ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇറ്റ് വിൽ ബി മെറ്റാ ഗ്രൂപ്പ്. നമ്മളെ മെറ്റാ പൊസിഷനിൽ മെറ്റാ നൈട്രോ എന്താണ് ബെൻസാൾഡിഹൈഡ് ആയിരിക്കും ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പൊസിഷനിലാണ് ഇയാൾ കയറി വരിക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തോന്നിയ പോലെ ഇലക്ട്രോഫൈലിന് ഇവിടെ ഒന്നും വരാൻ പറ്റില്ല. അന്നേരം ഇയാൾ വന്നു കഴിഞ്ഞാൽ -R ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇയാൾ ആജ്ഞ കൊടുക്കും, ഒന്നിക്കലും എനിക്ക് ഇവിടെ കസേരയുണ്ട്, ഇവിടെ കസേരയുണ്ട്, വേറെ എവിടെയും കസേരയില്ല. അപ്പോൾ NO2 എന്താ ഒന്നിക്കലും ഇവിടെ കയറി പോവും, മറ്റേന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ഇവിടെ കയറി പോകും. ഇയാളിപ്പോൾ ഇവിടെ കയറിപ്പോയ സ്ഥിതിക്ക് ഇതിപ്പോൾ ഇവിടെ അറ്റാച്ചായി. അങ്ങനെ എന്തായി, ഇത് മെറ്റാ നൈട്രോ, കാരണം പൊസിഷനാണ് സ്പെസിഫൈ ചെയ്യുന്നത്. മെറ്റാ നൈട്രോ എന്താ ഇത് ബെൻസാൾഡിഹൈഡ് ആണല്ലോ. അതങ്ങനെ കഴിഞ്ഞ്. ഇനി എന്താ നമ്മൾ പൊതുവെ പറയുന്നൊരു ജനറലി പറയുന്ന കാര്യമാണ്, നമ്മൾ ഏടെ റെസൊണൻസ് എഫക്റ്റ് കണ്ടു കഴിഞ്ഞാലും ദാറ്റ് ഈസ് മോർ ദൻ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഇയാൾ റെസൊണൻസ് എഫക്റ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതിനെക്കാട്ട് സ്കോപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഏതിനെക്കാട്ട് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിനെക്കാട്ട്. ആ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഒരു കോമ്പൗണ്ടിൽ റെസൊണൻസ് എഫക്റ്റ് നടക്കുന്നുണ്ട്, ഒരു കോമ്പൗണ്ടിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം നടക്കുന്നെങ്കിൽ നമ്മൾ പറയൂ വി ഗിവ് മോർ പ്രയോറിറ്റി ടു റെസൊണൻസ് എഫക്റ്റ് ഓവർ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് നല്ല കാര്യം തന്നെ, പക്ഷേ ഇൻഡക്റ്റീവ് എഫക്റ്റിനെക്കാട്ട് കൂടുതൽ സ്ട്രോങ് ആരാ റെസൊണൻസ് എഫക്റ്റാണ്. ഇതിങ്ങനെ പറയാൻ വരട്ടെ, ഇതിൻ്റെ അടുക്കപ്പോഴത്തേക്ക് എന്ത് വന്നു, സ്പെഷ്യൽ കേസ് വന്നുപോയി. അതായത് ചില കേസസിൽ നമ്മളിപ്പോൾ ഇത് ചില കേസസിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് മോർ സ്ട്രോങ്ങർ ദൻ റെസൊണൻസ്. ഇൻഡക്റ്റീവ് എഫക്റ്റിന് എപ്പോഴെങ്കിലും ഉണ്ടാവില്ലോ ഇയാളെ തോപ്പിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ 2 സന്ദർഭങ്ങളിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് റെസൊണൻസ് എഫക്റ്റിനെ തോപ്പിച്ച് തുന്നം പാടിപ്പിച്ച്.
ആ രണ്ട് കേസസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ കേസ് സ്പെഷ്യൽ കേസസ് ഒന്ന് മനസ്സിലാലോചിക്കുക. കേസ് 1 എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് ഹാലൈഡ്സ് അല്ലെ ഹാലജൻസിൻ്റെ കേസിൽ അതിൻ്റെ മൈനസ് ഐ എഫക്റ്റ്, ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ഇസ് മോർ ദാൻ ഇറ്റ്സ് പ്ലസ് എം, അതായത് അതിൻ്റെ പ്ലസ് ആർ എഫക്റ്റ്. പോസിറ്റീവ് റെസണൻസ് എഫക്റ്റിനെക്കാളും കൂടുതലാണ് അതിൻ്റെ നെഗറ്റീവ് ഈ പറയുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ആ പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ ഇറ്റ് ഈസ് മോർ ദാൻ ദിസ് തിങ്. നമ്മൾ മൈനസ് ഐ എഫക്റ്റ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ ഇങ്ങനെ വരിക: ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. ഇത് കേസ് 1. ഇത് എവിടെ നിങ്ങൾ എന്താണ് ഈ ഹാലജൻസ് കണ്ടു കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യുക, അവിടെ ആലോചിക്കുക അതൊരു സ്പെഷ്യൽ കേസാണ്. അവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്തിനെക്കാട്ടും സ്ട്രോങ്ങർ ആയിരിക്കും, റെസണൻസ് എഫക്റ്റിനെക്കാട്ടും സ്ട്രോങ്ങർ ആയിരിക്കും. കേസ് 2 എന്ന് പറയുന്നത് കാർബോക്സിലേറ്റ്. ഈ സാധനത്തിൻ്റെ COO- പറയുന്ന പേരാണ് കാർബോക്സിലേറ്റ് അയോൺ എന്ന് പറയുക. കാർബോക്സിലേറ്റ് ആനിയോൺ എന്ന് പറയും, കാരണം നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കേസിൽ അതിൻ്റെ പോസിറ്റീവ് ഇൻഡക്റ്റീവ് പവർ ഇസ് മോർ ദാൻ ഇറ്റ്സ് എന്താണ് മൈനസ് ആർ. ദെൻ മൈനസ് ആർ എന്ത് എഫക്റ്റ്, മൈനസ് ആർ എഫക്റ്റ്, റെസണൻസ് എഫക്റ്റ്. അപ്പോൾ COO- കേസിൽ വന്നു കഴിഞ്ഞാലും അതിൻ്റെ എന്താണ് ഇൻഡക്റ്റീവ് പവർ മോർ ദാൻ ഇറ്റ്സ് റെസണൻസ് പവർ. അപ്പോൾ ഈ സ്പെഷ്യൽ കേസസ് ആലോചിക്കുക. പിന്നെ നമ്മളെ റെസണൻസ് എഫക്റ്റിൻ്റെ 2 ഗ്രൂപ്പുകളാണ്, പ്ലസ് ആറും മൈനസ് ആറും. ഇതിൻ്റെ എന്താ പറയുക കണ്ടീഷൻസ് ഓർമ്മിക്കുക. പിന്നെ ഈ പറയുന്ന മെറ്റാ ഓർത്തോ പാര എന്നൊക്കെ ആ ഡയറക്റ്റിംഗ് ഗ്രൂപ്പിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആലോചിക്കുക. ഇവിടെ ഇല്ല ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത്. വരുന്ന സാധനം ഇവിടെ വരണോ അല്ലെ ഇവിടെ വരണോ ഇവിടെ കയറി വരണം എന്നല്ല തീരുമാനിക്കുന്ന ഇയാൾ. ഇവിടെ മുകളിലില്ല തലപ്പത്തില്ല ആളെ കിങ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ദിസ് മാൻ ഡിസൈഡ്സ് ഇൻ വിച്ച് പൊസിഷൻ ഇറ്റ് ഷുഡ് ഡയറക്റ്റ് ദ ഇൻകമിങ് ഗ്രൂപ്പ്. ഇത്രയൊക്കെ ഇതിനെപ്പറ്റി എഫക്റ്റിനെ പറ്റി പറയാനല്ലോ. ഇനി ഇതിൻ്റെ എന്താണ് ആപ്ലിക്കേഷൻസിലേക്ക് ഇനി കടക്കലാണ്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് റെസണൻസ് എഫക്റ്റ്.